ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലൈൻ്റ് ആണ്, ഒരു വൃത്തിട്ട കംപ്ലൈൻ്റ് ആണ്. ഡാഷ് ആൻഡ് റെഡിഗോ വണ്ടിക്ക് മിസ്സിങ് ആണ്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരത്തും കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ ഓടും. കുറച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് ഭയങ്കര മിസ്സിങ്, ഭയങ്കര വൈബ്രേഷൻ കാര്യങ്ങളാണ്. അതാണ് കംപ്ലൈൻറ്റ്, കസ്റ്റമറെ കംപ്ലൈൻറ്റ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് നേരം ഇട്ട് ചൂടായി കഴിഞ്ഞ് കുറച്ച് ഓടിക്കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ മിസ്സിങ്. അപ്പോൾ അങ്ങനെ കൊടുത്ത് ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കിയ സമയത്ത് മൂന്നാമത്തെ സിലിണ്ടർ മിസ് ഫയർ എന്നാണ് റിപ്പോർട്ട് കാണിക്കും കേട്ടോ. അത് P0303 അതാണ് കോഡ്. മൂന്നാമത്തെ സിലിണ്ടർ മിസ് ഫയർ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു നമ്മൾ കൊടുത്ത് ചെക്ക് ചെയ്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം അങ്ങനെ ഇട്ട് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എൻജിൻ കടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, ഭയങ്കര മിസ്സിങ് കാര്യങ്ങൾ. അപ്പോൾ നേരെ ഇഗ്നിഷൻ കോയിലിൻ്റെ കപ്പർ ഊരിട്ട് നോക്കിയപ്പോൾ ആ മൂന്നാമത്തെ സിലിണ്ടർ വർക്ക് ആവണില്ല കേട്ടോ. നേരെ അയച്ചു നോക്കി പ്ലഗും കാര്യങ്ങളൊക്കെ അയച്ചു നോക്കി. പ്ലഗ് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ പ്ലഗ് മാറിയിട്ട് പിന്നെ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഓടിച്ച് നോക്കി, പിന്നെയും അതേ കംപ്ലൈൻറ്റ് കേട്ടോ, അതേ കംപ്ലൈൻറ്റാണ്. അപ്പോൾ ഇട്ട് നോക്കി, അപ്പോൾ മൂന്നാമത്തെ സിലിണ്ടർ മിസ് ഫയർ ആണ് കാണിക്കുന്നത്. അതാണ് കംപ്ലൈൻറ്റ്. നേരെ തിരിച്ച് ഇട്ട് നോക്കി, ഇഗ്നിഷൻ കോയിൽ തിരിച്ചിട്ട് നോക്കി ഓടിച്ച് നോക്കിയ സമയത്ത് അപ്പോൾ അത് നേരെ രണ്ടാമത്തെ സിലിണ്ടർ, ആ മൂന്നാമത്തെ ഇഗ്നിഷൻ കോയിൽ നേരെ എടുത്ത് രണ്ടാമത്തെ സിലിണ്ടറിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് നേരെ വന്നിട്ട് രണ്ടാമത്തെ സിലിണ്ടർ മിസ് ഫയർ എന്ന് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഇഗ്നിഷൻ കോയിലാണ് കംപ്ലൈൻറ്റ്. ബാക്കി ഇഞ്ചക്ടർക്കും കാര്യങ്ങൾക്ക് കറണ്ട് വരുന്നുണ്ടോ, ഇഗ്നിഷൻ കോയിലേക്ക് കറണ്ട് വരുന്നുണ്ടോ നമുക്ക് നോക്കി ഇഗ്നിഷൻ കോയിൽ ബുക്ക് നോക്കി വന്നാൽ കറണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കുറച്ച് ചൂടായി കഴിഞ്ഞാലാണ് കംപ്ലൈൻറ്റ് കിട്ടുന്നത്. അങ്ങനെ ഇഗ്നിഷൻ കോയിൽ പിന്നെ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇഗ്നിഷൻ കോയിൽ മാറ്റാന്നുള്ളൊരു കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ അത് അഴിച്ചെടുക്കുന്ന സമയത്ത് ഇതാണ് ഇഗ്നിഷൻ കോയിൽ കേട്ടോ. ഈ ടൈപ്പ് വരുന്നതാണ് ഇഗ്നിഷൻ കോയിൽ. അഴിച്ചെടുക്കുന്ന സമയത്ത് ഇതിവിടെ പിടിച്ചിരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിടിച്ചിരുന്ന സമയത്ത് ഈ ഒരു ടോപ്പ് മാത്രം പോകുന്നു കേട്ടോ. ഈ ഒരു ടോപ്പ് മാത്രം പോകുന്നപ്പോൾ ഇതിനകത്തൊരു സംഭവം കണ്ടുപിടിച്ചും, ഒരു ഫ്യൂസ് പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗം പിടിച്ചിരുന്നോണ്ട് ഇത് വലിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഭാഗം മാത്രമായിട്ട് പോകുന്നു. ഇതിങ്ങനെയായിട്ട് പോകുന്നു കേട്ടോ. ഈ ഭാഗം അവിടെ ഇരുന്നു. ആ പോകുന്ന സമയത്താണ് ഇതിനകത്ത് ഒരു ഫ്യൂസ് പോലത്തെ, നമ്മളെ ടാബ്ലറ്റ് പോലത്തെ ഒരു ഫ്യൂസ് പോലെ സംഭവം ഉണ്ട് കേട്ടോ. അത് നോക്കിയ സമയത്ത് അതായത് നല്ല റസ്റ്റ് പിടിച്ചുകൊണ്ട് ഉള്ളിൽ റസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്യൂസും ഇങ്ങനത്തെ ഒരു ഫ്യൂസ് പോലത്തെ സാധനം റസ്റ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പം ഒന്നും നോക്കിയില്ല, നേരെ ഈ സാധനം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിട്ടോ. രണ്ടറ്റം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മളെ സ്റ്റെബിലൈസറിലൊക്കെ കാണുമല്ലോ, അതേപോലത്തെ ഒരു ആമ്പിൻ്റെ വയറിങ് കിറ്റിൽ കാണാം ഇതേപോലത്തെ ഒരു ടാബ്ലറ്റ് പോലത്തെ ഒരു ഫ്യൂസ്. അതേപോലത്തെ ഒരു ഫ്യൂസ് എന്താ സംഭവം, ഫ്യൂസാണ് എന്താ അറിയില്ല, എന്തായാലും അതേപോലത്തെ ഒരു സംഭവം. അതിന് ഫ്യൂസ് എന്ന് പറയുന്നത് എന്തായാലും ഈ സാധനം ഒന്ന് എമരി പേപ്പർ ഇട്ട് വരച്ച് ക്ലീൻ ആക്കിട്ടോ. അതായത് ഇതിൻ്റെ രണ്ടറ്റം വരച്ച് ക്ലീൻ ആക്കി ഇതിനകത്ത് കുറച്ച് WD-40 അടിച്ചു. ഇതിനകത്തും തുരുമ്പുണ്ടായിരുന്നു. കുറച്ച് WD-40 കാര്യങ്ങളൊക്കെ അടിച്ച് വെറുതെ ഇതേപോലെ ഇട്ടിട്ട് നേരെ ഉള്ളിലിട്ട് ഫിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറേ നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ മാറി, വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇതിനകത്ത് റസ്റ്റ് പിടിച്ചതായിരുന്നു. നമ്മൾ ആ ഇഗ്നിഷൻ കോയിൽ മാറ്റിയില്ലെങ്കിൽ സംഖ്യ മാറേണ്ടി വരും. ജസ്റ്റ് വേറൊരു ഇഗ്നിഷൻ കോയിൽ അയച്ചപ്പോൾ ഇങ്ങനെ സംഭവം ഒന്നും കിട്ടിയില്ല. ഇനി വേറെ ഏതെങ്കിലും വണ്ടിക്ക് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ മാരുതീൻ്റെ കഴിക്കുന്ന സമയത്ത് ചിലത് ഇവിടെ ക്ലാവ് പിടിക്കാറുണ്ട് കേട്ടോ. ക്ലാവ് പിടിച്ചാൽ അതൊന്ന് വെറുതെ കഴിഞ്ഞാൽ ഇതേപോലെ ക്ലീൻ ചെയ്യാറുണ്ട്. മാരുതീൻ്റെ ഏതൊക്കെ കുറച്ച് ഇഗ്നിഷൻ കോയിൽ ഇങ്ങനെ ക്ലാവ് പിടിക്കാറുണ്ട്. ഇതിനകത്ത് ഈ ഒരു സ്പ്രിങ്ങിനകത്തും ഇതിനകത്ത് ക്ലാവ് പിടിക്കാറുണ്ട്. അത് WD-40 അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു മിസ്സിങ് മാറാറുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇതേപോലെ ഒരു ക്യാപ്സ്യൂൾ പോലത്തെ ഒരു ഫ്യൂസ് ഉണ്ടായിരിക്കും. ഇത് എന്തെങ്കിലും തുരുമ്പും കാര്യങ്ങളുണ്ട്, റസ്റ്റ് കാര്യങ്ങളുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. ചിലപ്പോൾ റെഡിയാവും, കാശ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇതിവിടെ അത് കുടുങ്ങി കിടന്നുകൊണ്ട് കിട്ടിയ ഇതിങ്ങനെ പോകുന്നതുകൊണ്ട് കണ്ടാണ് നമ്മളിത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇഗ്നിഷൻ കോയിൽ മാറ്റി കൊടുത്തേനെ. അപ്പോൾ ഇത് ഡാഷ് ആൻഡ് റെഡിഗോ കിഡ് അങ്ങനെയൊക്കെ ഇഗ്നിഷൻ കോയിൽ ഏകദേശം ഈ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ മിസ്സിങ്ങും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നിഷൻ കോയിൽ ഒന്ന് അയച്ചു നോക്കുക. ഇതിനകത്ത് ഇതേപോലത്തെ ആ ക്യാപ്സ്യൂൾ ഫ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ റെഡിയാവും, ചിലപ്പോൾ റെഡിയാവും, ചിലത് റെഡിയാവില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ഷെയർ ചെയ്യട്ടോ. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം.